അപ്പോൾ നമ്മൾ ഇന്നൊരു മെഹന്തി ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവളുടെ കയ്യിൽ ഇതാ ഒരു നെയിൽ പോളിഷ് കൊടുത്തതാണ് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം. അപ്പം അത് വായിലിട്ടോണ്ട് ഇരിക്കുവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇതെൻ്റെ പപ്പേൻ്റെയും അമ്മേൻ്റെയും കസിൻ്റെ വീടാണ്. അപ്പോൾ കസിൻ്റെ മോൻ്റെ മെഹന്തി ഫംഗ്ഷനാണ് ഇന്ന്. ഇതെൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇവനെ ഞാൻ എടുത്തിട്ട് കിയാരൻ്റെ മുമ്പിൽ വെറുതെ പോയതാണ്. അപ്പോൾ ഓക്ക് വലിയ ചേഞ്ചസ് ഒന്നുമില്ല ഫേസിൽ. പിന്നെ ഇവൻ ബാംഗ്ലൂരിലാണുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കസിനൊക്കെ കാണുമ്പോൾ ഇവനും അത് കണ്ടിട്ട് ഇവളെ കാണുമ്പോൾ നല്ല ചിരിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടുന്ന് നമ്മൾ ബത്തക്ക ജ്യൂസൊക്കെ കുടിച്ചു. ഇവരൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ കിയാരത ഷിഗുവിൻ്റെ കമ്മൽ വലിച്ചിട്ട് ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇതാ ഒരു ഏട്ടൻ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുള്ളതാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം ഇവളിതാ ഡാൻസ്, ഇതാണ് നോർമൽ അവളുടെ സ്റ്റെപ്പ് എപ്പോഴും ഉള്ളത്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ചിക്കൻ കറിക്ക് നല്ല എരിവുണ്ടായിരുന്നു എനിക്കും ഷിഗുവിനും. അപ്പോൾ ഇപ്പോൾ ഇവള് ചില സമയത്ത് ഇവക്ക് എല്ലാവരും ആവും. കാരണം ഇപ്പം അങ്ങനെ മുമ്പത്തെ പോലെ കരച്ചിലും കുറവാണ് ചില സമയത്ത്. പിന്നെ ഇതാ ഞാൻ ഫുഡ് കഴിക്കുന്നത് നോക്കുന്നുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മെഹന്തി ഇടാനിരുന്നതാണ്. അപ്പോൾ സമയം കുറവാണ്, കാരണം വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പം മാമിക്ക് സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ ഷിഗുവിന് ഇട്ട് കൊടുക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഇതാണ് ഷിഗുവിന് ഇട്ടത്. നല്ല അടിപൊളി ഡെക്കറേഷൻസ് ആയിരുന്നു. അപ്പം ഞാൻ മെഹന്തി ഇടുന്ന സമയത്ത് അമ്മ ഇവക്ക് ചോറ് കൊടുക്കുന്നുണ്ടായതായിരുന്നു. ചോറും പിന്നെ സാമ്പാറിലുള്ള വെജിറ്റബിൾസ് വാഷ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ പോവാൻ ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് തീരെ സമയമില്ലാത്തതുകൊണ്ട് ഇവളുടെ ഡിസൈന് പകുതി വരച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് ഇവക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസൈന്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വേറൊരു മെഹന്തിൻ്റെ സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ അമ്മായിയും മാമനും എല്ലാവരും ഉണ്ടായിരുന്നു. മാമൻ്റെ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. ഈ ലൈറ്റിങ്സ് ഒക്കെ നോക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ എത്തിയതിന് ശേഷം നേരെ പോയത് ഫോട്ടോസ് എടുക്കാനായിരുന്നു. അപ്പോൾ കിയാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. വീട്ടിലാണെങ്കിൽ ഇവള് 1 മണി ആയാലും ഉറങ്ങാറില്ല. പക്ഷെ ഇന്ന് എന്തോ വേഗം ഉറങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നിത്തോണ്ടൻ്റെ അവിടെ പോവുകയാണ്. അപ്പം നമ്മളിവിടെ എത്തി. ഇവിടെ എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ വന്നതുകൊണ്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അവിടെ നിന്നും ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതാ വീട്ടിലേക്ക് വന്നിട്ട് ഇവക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാലും ഇവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏട്ടൻ്റെ അവരും വന്നു. അവർ ഊട്ടിയിൽ പോയതായിരുന്നു. ഊട്ടിയിൽ ടൂറൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നതാണ്. അപ്പോൾ ഇവരിതാ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഡാർക്കും ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ കിയാരയ്ക്ക് ഇതാ ഉറക്കമൊക്കെ പോയി രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ വാക്കറിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇരുത്താറുണ്ട്. ഫുൾ ടൈം ഒന്നും വാക്കർ യൂസ് ചെയ്യാറില്ല. ഗ്ലാസ്സൊക്കെ വലിക്കാൻ നോക്കുന്നത് കണ്ട. കിയാര എന്തായാലും ഇപ്പോഴേ ഉറങ്ങില്ല. അപ്പം അതുകൊണ്ട് മെഹന്തി ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് മെഹന്തി ഇടുന്നതാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കയ്യിൽ നിറച്ച് മെഹന്തി വേണം ഇടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്ക് ട്യൂബ് എന്തോ മിസ്റ്റേക്കായി. അപ്പോൾ വേറൊരു ട്യൂബ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന ട്യൂബാണ്. അപ്പോൾ അവർ നമുക്ക് അവിടെ നിന്ന് തരുമ്പോൾ ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ട്യൂബ്. അപ്പോൾ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കും ആഗ്രഹമായി മെഹന്തി ഇടാമെന്ന്. അപ്പം ഞാനും മെഹന്തി ഇട്ടു. അപ്പോൾ സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ട്യൂബിന് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ഡിസൈനാണ്. ഇപ്പം ഉണ്ടല്ലോ സമയം 12:55 കഴിഞ്ഞു. 1 മണി ആവാറായി. അപ്പോൾ ഇവക്ക് ഉറക്കമൊന്നുമില്ല. ഇനി എപ്പോൾ ഉറങ്ങുമെന്ന് അറിയില്ല. എന്തായാലും ഗുഡ് നൈറ്റ്, അല്ല ഗുഡ് മോർണിംഗ്.